Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർവ്യൂവിംഗ് അറേഞ്ച്മെന്റ്സ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ 7 പോയിന്റ്സ് കഴിഞ്ഞു. ഇന്റർവ്യൂവിംഗ് അറേഞ്ച്മെന്റ്സിൽ 7 പോയിന്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് 2 പാരഗ്രാഫ് കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഗോകുൽ, ജോൺസി, വൈഷ്ണവി അവിടെ നിന്ന് തുടങ്ങിയല്ലേ നമ്മൾ ഹാൻഡ്ലിംഗ് ആപ്ലിക്കൻസ് എവിടെ നിന്ന് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നോക്കി. യെസ് ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. ഹാൻഡ്ലിംഗ് ആപ്ലിക്കൻസ് എത്തിക്കലി ഈസ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ടു ബി കൺസിഡർ വൈൽ പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് എ റിക്രൂട്ടിംഗ് പ്രോഗ്രാം. ഒരു റിക്രൂട്ടിംഗ് പ്രോഗ്രാം നമ്മൾ പ്ലാനിങ് ചെയ്യുമ്പോഴും ആസൂത്രണം ചെയ്യുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ആപ്ലിക്കൻസിനെ ധാർമ്മികമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് എന്നാ പറഞ്ഞേക്കുന്നത്. ഹാൻഡ്ലിംഗ് ആപ്ലിക്കൻസ് എത്തിക്കലി, ധാർമ്മികമായി ആപ്ലിക്കൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിന്? when planning and implementing the recruiting program. റിക്രൂട്ടിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും ആസൂത്രണം ചെയ്യുമ്പോഴും. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ ആ സെന്റൻസ്. It is the right of the candidates to be treated with respect, which includes receiving prompt response and being informed of the result of their application. എന്താണ്? കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ്. എങ്ങനെ? അവരോട് നല്ല ബഹുമാനത്തോടു കൂടി പെരുമാറുക. കാൻഡിഡേറ്റ്സിനെ, അപ്പൊ നമ്മൾ വരുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ കാൻഡിഡേറ്റ്സിനോട് ബഹുമാനത്തോടു കൂടി പെരുമാറുക എന്നുള്ളത് ആ കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ്. Which includes receiving a prompt response and being informed of the result of their application. അതായത് അതിന്റെ വേഗത്തിലുള്ള റെസ്പോൺസ്, റിസീവിങ് എ പ്രോംപ്റ്റ് റെസ്പോൺസ്, വേഗത്തിലുള്ള റെസ്പോൺസ് കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ റിസൾട്ട് അവരെ അറിയിക്കുന്നതും. അപേക്ഷയുടെ ആ റിസൾട്ട്, ആപ്ലിക്കേഷന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ ഫലം, ആ റിസൾട്ട് അവരെ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുകയും ചെയ്യണം എന്നുള്ളത് കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ്. അവരുടെ ബഹുമാനത്തോടു കൂടി അവർക്ക് വേണ്ട വേഗത്തിലുള്ള പ്രതികരണങ്ങൾ കൊടുക്കണം. പിന്നെ അതുപോലെ ആപ്ലിക്കേഷന്റെ റിസൾട്ട് കാൻഡിഡേറ്റ്സിനെ അറിയിക്കുക എന്നുള്ളതെല്ലാം കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളാണ്. There is a limit to how many interviews an interview can be conducted in a day without losing enthusiasm and energy. നമുക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാ പറയുന്നത്. ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും പറ്റില്ല അല്ലെ? അതായത് നമുക്ക് എത്ര ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. ഹൗ മെനി ഇന്റർവ്യൂസ് ആൻ ഇന്റർവ്യൂവർ ക്യാൻ കണ്ടക്ട്. ഒരു ഇന്റർവ്യൂവറിന് എത്ര ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും ഒരു ദിവസം. എങ്ങനെ? വിത്തൗട്ട് losing enthusiasm and energy. അവരുടെ എനർജി നഷ്ടപ്പെടാതെ, അവരുടെ സന്തോഷത്തിന് ഒരു കോട്ടം വരാതെ അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാതെ നമുക്ക് എത്ര ഇന്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂവിന് ഒരു ദിവസം എത്ര ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം ഓഫ് 8 ബ്രീഫ്. എത്ര എണ്ണം പറഞ്ഞേക്കുന്നേ? 8 എണ്ണം അല്ലെ? 8 ബ്രീഫ് low stress half-hour interview should be conducted in a day. ഒരു ദിവസം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 8 ബ്രീഫ് ഇന്റർവ്യൂ അല്ലെ? 8 ബ്രീഫ് ഇന്റർവ്യൂ, അതായത് സ്ട്രെസ് കുറഞ്ഞ ഹാഫ് ആൻ അവർ ഇന്റർവ്യൂ, അരമണിക്കൂർ ഇന്റർവ്യൂ, അങ്ങനെ ഒരു ദിവസം 8 ഇന്റർവ്യൂ വരെ മാക്സിമം കണ്ടക്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരുപാടൊന്നും പറ്റില്ല, അതായത് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്റർവ്യൂവറിന് ഒരു ദിവസം എത്ര ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം എത്രയാ പറഞ്ഞേക്കുന്നത്? മാക്സിമം 8 ബ്രീഫ് ലോ സ്ട്രെസ് ഹാഫ് അവർ ഇന്റർവ്യൂ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ ഡേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് അവിടെ പറഞ്ഞേക്കുന്നത്
ഡോസ് ആൻഡ് ഡോൺസ് ഇൻ എ സെലക്ഷൻ പ്രോസസ്. ഡൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നിങ്ങൾക്കും പല ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ ഇന്റർവ്യൂവില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, ഡോൺസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെ. ഫസ്റ്റ് നോക്കിയേ, ഡൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ് ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില്. While preparing for an interview, a person should follow the following points. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആ വ്യക്തി എന്തൊക്കെ താഴെ പറയുന്ന പോയിന്റ്സ്, കാര്യങ്ങൾ അവര് ഫോളോ ചെയ്യണം. അതായത് ഒരു ഇന്റർവ്യൂവില് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുക നോക്കിയേ. ഡു ഹോംവർക്ക്. ഒന്നാമത്തെ എന്താ, ഡു ഹോംവർക്ക്. ഡു ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഹോംവർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഇന്റർവ്യൂ, ഇപ്പൊ നാളെ ഇന്റർവ്യൂ ആണ്, രാവിലെ എനിക്ക് വെറുതെ ഇന്റർവ്യൂവിന് പോകുകയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളത് പ്രിപ്പയർ ചെയ്യൂലേ ഇന്റർവ്യൂവിന് പോകുമ്പോ, അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങും. അല്ലാതെ സാധാ ഒരു ദിവസത്തെ പോലെ വെറുതെ രാവിലെ എനിക്ക് കുളി കഴിഞ്ഞ ഡ്രസ് ഇട്ട് അങ്ങ് പോകുമല്ലോ. അതാണ് നമ്മൾ ഡു ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, the HR manager likes those candidates who know about the company and the job position they are applying for. അപ്പോ HR മാനേജർ എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞേ, കമ്പനിനെ കുറിച്ചും ആ ജോബ് പൊസിഷനെ കുറിച്ചും, ആ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ് പൊസിഷനെ കുറിച്ചും ആ കമ്പനിനെ കുറിച്ചും ഒക്കെ അറിയുന്ന കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടുന്നു അല്ലേ. അപ്പൊ ആ മാനേജറിന് അറിയാം അല്ലെ, ആ കാൻഡിഡേറ്റ്സ് ആ കമ്പനിനെ കുറിച്ച് ജോബിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ട്, അവനെ അറിയാം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടുന്നു. For these candidates, you have to gain knowledge about the company. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം, കമ്പനിയെ കുറിച്ച് അറിയാൻ എന്ത് ചെയ്യണം, candidates have to gain the knowledge about the company. കമ്പനിയെ കുറിച്ചുള്ള നോളജ് അല്ലെ, കമ്പനിയെ കുറിച്ചുള്ള അറിവ് നേടണം. ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ സ്ഥാപനങ്ങളെ കുറിച്ച്, മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച്. സക്സസ് മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലുകള്, ആ കമ്പനിയുടെ വിജയത്തിലേക്ക് കാരണമാകുന്ന മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞ നാഴികക്കല്ലുകള്. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ആ കമ്പനിയുടെ പ്രൊഡക്ട്സ്, സർവീസസ്. ടാർഗറ്റഡ് മാർക്കറ്റ്, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ആ കാൻഡിഡേറ്റ്സിന് അറിവ് നേടണം. കമ്പനിയെ കുറിച്ച്, അതിന്റെ സ്ഥാപനങ്ങളെ കുറിച്ച്, അതിന്റെ വിജയത്തിലേക്കുള്ള ആ നാഴിക കല്ലുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് സർവീസ് ആണ് കമ്പനി ചെയ്യുന്നത്, അത്. ടാർഗറ്റഡ് മാർക്കറ്റ് എന്തൊക്കെയാണ്, ഇതേക്കുറിച്ച് ആ കാൻഡിഡേറ്റ്സിന് അറിവ് നേടണം. അപ്പൊ അങ്ങനെ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന, ആ അപ്ലൈ ചെയ്യുന്ന ജോബ് പൊസിഷനെ കുറിച്ച് അറിയുന്ന ആ കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് എപ്പോ ചെല്ലണം, നമ്മള് ഏർലി, നേരത്തെ തന്നെ ചെല്ലണം. 10 മണിക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 9:55 ചെന്നാൽ മതിയോ, അല്ലെങ്കിൽ 10:05 ചെന്നാൽ മതിയോ? എപ്പോ ചെല്ലണം നമ്മൾ ഇന്റർവ്യൂവിന്? ഏർലി, നേരത്തെ തന്നെ ചെല്ലണം. ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെന്നിരിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ ഓടിക്കറിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അത് പറ്റില്ല അല്ലെ. നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും അതൊക്കെ ആയിരിക്കും. നമ്മൾ ഇത്ര നേരത്തെ ചെന്നിരിക്കണം. അതാണ് ആ ഒരു അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് നേരത്തെ എത്തുക. The candidates should arrive before the allotted time of the interview. ഇന്റർവ്യൂവിന് അലോട്ട് ചെയ്ത ടൈമില്ലേ, അതിന് മുന്നേ തന്നെ കാൻഡിഡേറ്റ്സ് എത്തിച്ചേരണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The candidate should arrive before the allotted time of the interview. ഇന്റർവ്യൂവിന് അവന് അനുവദിച്ചിട്ടുള്ള ടൈം 10 മണിക്കാണെങ്കിൽ, 11 മണിക്കാണെങ്കിൽ, 9 മണിക്കാണെങ്കിൽ, എപ്പോഴാണോ അലോട്ടഡ് ടൈം അതിന് മുന്നേ തന്നെ എത്തണം, നേരത്തെ എത്തിച്ചേരണം. This will demonstrate their commitment to the work. ഇതെന്താ കാണിക്കുന്നേ? ആ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അല്ലെ. ആ ജോലിയോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നു. നമ്മൾ നേരത്തെയൊക്കെ ചെന്നിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ വർക്കിനോടുള്ള അല്ലെ, ആ ജോലിനോടുള്ള ഒരു പ്രതിബദ്ധത. എനിക്ക് ആ ജോലി എന്തായാലും കിട്ടണം അല്ലെ, നമ്മൾ ആ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെയൊക്കെ ഉള്ള ആ ജോലിനെ കുറിച്ചുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത്. If the candidates does not arrive on the time, ഇനി കാൻഡിഡേറ്റ്സ് ആ സമയത്ത് എത്തിയില്ലെങ്കിലോ,
if the candidate does not arrive on time, ആ സമയത്ത് എത്തിച്ചേർന്നില്ലെങ്കിലോ, it shows that he or she is not trustworthy and further make a bad impression on the interviewers. ഇന്റർവ്യൂവിനിടയിൽ എന്തുണ്ടാക്കുന്നു, ഒരു bad impression ഉണ്ടാക്കുന്നു. And he or she is not trustworthy എന്ന് വെച്ചാൽ വിശ്വാസയോഗ്യനല്ല. അപ്പൊ നേരത്തെ ചെന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്, ആ ഇന്റർവ്യൂവർ അവരെന്താ മനസ്സിലാക്കുന്നത്, ഇറ്റ് ഷോസ് ദാറ്റ് ആ വൈകി ചെല്ലുന്നത് അല്ലെങ്കിൽ നേരത്തെ ചെല്ലാതിരിക്കുന്നത് എന്താ കാണിക്കുന്നത്, ആ നമുക്ക് എന്താണ് ആ കാൻഡിഡേറ്റ്സ് വിശ്വാസയോഗ്യനല്ല, അല്ലെ, കറക്റ്റ് ടൈം ഒന്നും പാലിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അത്രയും ഒരു ഇത് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അർത്ഥം. ആദ്യത്തെ ബാഡ് ഇംപ്രഷൻ ഓൺ ദ ഇന്റർവ്യൂവേഴ്സ്, ഇന്റർവ്യൂവറിന്റെ ഇടയിൽ എന്തുണ്ടാക്കുന്നു, ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നു, അല്ലെ, ഒരു മോശം ഇംപ്രഷൻ അല്ലേ വന്നത്. നേരത്തെയൊക്കെ ചെന്നിരിക്കുമ്പോഴല്ലേ നമുക്കൊരു വലിയ ഇതുള്ളത്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. അത് does not arrive on the time, it shows that she or he is not trustworthy and further makes a bad impression. അത് കൂടാതെ ആ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ അവിടെ ഉണ്ടാക്കുന്നു. ക്ലിയർ ആവുന്നില്ലേ പറയണേ? ഓക്കെ, നേരത്തെ ചെല്ലണം, പിന്നെ നമ്മൾ ഹോംവർക്ക് ചെയ്യണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, ബ്രിങ് നോട്ട്സ് അലോങ് ടു കാം നെർവ്സ്. നെർവ്സിനെ കാമാക്കാനായിട്ട് നോട്ട്സ് കൊണ്ടുവരണം. ടെൻഷൻ ഉണ്ടാവില്ലേ, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും, അല്ലെ, നമ്മളെ ഞരമ്പൊക്കെ നല്ല നെർവ്സ് ഒക്കെ ടെൻസ്ഡ് ആയിരിക്കും നമുക്ക്, അല്ലെ. അപ്പൊ അതിനെ കാമാക്കാനായിട്ട് എന്ത് ചെയ്യാം, നോട്ട്സ് കൊണ്ടുപോകണം. നോട്ട്സ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ നമ്മൾ പോക്കറ്റ് ഡയറി ഒക്കെ പോലെ അതിനകത്തൊന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം, അല്ലെ. അതാണ് അങ്ങനെയുള്ള ചെറിയൊരു കുറിപ്പടി പോലെ കയ്യിൽ പിടിക്കാം. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ സമയത്തൊക്കെ ഒന്ന് വേറെ എന്താ ഇന്റർവ്യൂവിന് മുന്നൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോഴൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊന്ന് വായിച്ചൊക്കെ നോക്കാം. അത് നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആക്കും എന്ന് പറയുന്നത്. The interview can bring his or her notes to calm down the nerves. നെർവ്സിനെ ശാന്തമാക്കാനായിട്ട് അവന് അല്ലെങ്കിൽ അവളെ എന്ത് കൊണ്ടുപോകണം, ഒരു നോട്ട്സ്, bring his or her notes എന്തെങ്കിലും കുറിപ്പടികൾ എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. This often reflect the candidate is serious about the job interview and has done his homework. ഇതെന്താ കാണിക്കുന്നേ, അപ്പൊ അങ്ങനെ ആ കാൻഡിഡേറ്റ്സ് നോട്ട്സ് എടുക്കുക, നോട്ട്സ് കൊണ്ടുവരാന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നേ, റിഫ്ലക്ട് ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് ഈസ് സീരിയസ്, അല്ലെ. ആ ഇന്റർവ്യൂവിനെ സീരിയസ് ആയിട്ടാണ് കാൻഡിഡേറ്റ്സ് കാണുന്നത്, നല്ല വെൽ പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ. കാൻഡിഡേറ്റ്സ് ആ ജോലിനോടുള്ള ആ ഒരു സീരിയസ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ഹാസ് ഡൺ ഹിസ് ഹോംവർക്ക്. പിന്നെ അതുകൂടാതെ അവൻ അവന്റെ ഹോംവർക്ക് ചെയ്തു. ആ ഹോംവർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, അവൻ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, അതാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, ഓഫറിംഗ് ഫേം ഹാൻഡ് ഷേക്ക്. നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യാന്ന്, അല്ലെ. ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ആ ഇന്റർവ്യൂ നടത്തപ്പെടുന്ന ആ കാൻഡിഡേറ്റ്സിന് ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കാം, ഇന്റർവ്യൂവറിന് കൊടുക്കാം. ഓക്കെ, ദ ഇന്റർവ്യൂവർ മസ്റ്റ് ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക് ആൻഡ് ഹാസ് it reflect the enthusiasm, confidence and positivity, അല്ലെ. അപ്പൊ എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ, അവന് സന്തോഷവും കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി, അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തായാലും ഇന്റർവ്യൂവിന് എന്നെ സെലക്ട് ചെയ്യും എന്നൊരു പോസിറ്റീവ് ഒരു മനോഭാവം ആ കാൻഡിഡേറ്റ്സിന്റെ മനസ്സിലുണ്ടാവും. A firm handshake is often considered as a good start of സക്സസ്ഫുൾ ഇന്റർവ്യൂ, അല്ലെ. ഒരു നല്ലൊരു വിജയകരമായിട്ടുള്ള ഇന്റർവ്യൂ തുടങ്ങുന്നതിന്റെ ആ ഒരു ഭാഗമാണ് നല്ലൊരു ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്, അല്ലെ. നമ്മൾ ചെന്ന ഇന്റർവ്യൂവിന് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളുടെ ആ ഇന്റർവ്യൂവർ നമ്മളെ ഷേക്കാനൊക്കെ പ്ലീസ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഒരു നല്ല ഇത് തരുമ്പോ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇത് കിട്ടൂലേ, അല്ലെ. ഇതാ പറയുന്നത്, ഒരു നല്ലൊരു ഉറച്ചൊരു ഹാൻഡ് ഷേക്ക് എന്ത് ഓഫർ ചെയ്യുന്ന, ഓഫൺ കൺസിഡർ ആസ് എ ഗുഡ് സ്റ്റാർട്ട് ഓഫ് സക്സസ്ഫുൾ ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഫസ്റ്റ് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ, രണ്ട് സെന്റൻസും അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടോ.
A firm handshake is often considered as a good start of successful interview. As many HR managers take the hiring decision into 2 minutes of the interview. എന്താ മിക്ക HR മാനേജറും അവരുടെ നിയമന തീരുമാനം അല്ലെ ഹയറിംഗ് ഡിസിഷൻ എങ്ങനെയാ ഇൻ ദ 2 minutes of the interviewന്റെ 2 minutes ആകുമ്പോഴത്തേക്കും അവർ ആ ഹയറിംഗ് ഡിസിഷൻ എടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത് മിക്ക HR മാനേജേഴ്സ്. അതായത് ആദ്യം നമ്മൾ പറയില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിയമന തീരുമാനം അവിടെ എടുക്കൂ. അടുത്തത് 4ാമത്തെ പോയിന്റ് നോക്കിയേ, ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, പക്ഷെ എന്താ സുപ്പീരിയർ ആവാൻ പാടില്ല എന്ന്. ബി കോൺഫിഡന്റ്, അതാണ് നമ്മൾ അടുത്തൊരു കാര്യം ഇന്റർവ്യൂവിന് ചെയ്യേണ്ട ഒരു കാര്യം. എന്താ? ബി കോൺഫിഡന്റ്. നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം. എന്നാ ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ ആവാൻ പാടില്ല. ഓക്കെ, ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സുപ്പീരിയറിറ്റി ആൻഡ് കോൺഫിഡൻസ്. ആ സുപ്പീരിയറിറ്റി എന്താണ്, കോൺഫിഡൻസ് എന്താണ്, അതിന്റെ ഡിഫറൻസ് കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കണം. അതായത് അവരുടെ മോളിൽ കയറി വലിയ പരിക്കാൻ ചേർന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? കോൺഫിഡൻസ് വേണം, എനിക്ക് എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ഇത് വേണം. പക്ഷെ നമ്മൾ പറയില്ല ഓവർ കോൺഫിഡൻസ് പാടില്ല എന്ന് പറയില്ലേ അല്ലെ? അതായത് സുപ്പീരിയറിറ്റി, ഒരു മേൽക്കോയ്മ അവിടെ കാണിക്കരുത്. ഹി ഷുഡ് be willing to learn new things. ആ കാൻഡിഡേറ്റ്സ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വില്ലിങ് ആയിരിക്കണം. ആ ഒരു സ്ഥാപനത്തിലേക്ക് ഇപ്പൊ നമ്മളൊരു പൊസിഷൻ ജോബ് വേക്കൻസിയിലേക്ക് നമ്മൾ അവരെ സെലക്ട് ചെയ്യാണ് അല്ലെ, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ഷൻ ഒക്കെ ചെയ്ത് നമ്മൾ അതിലേക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. rather than showing a superiority of knowing everything. കണ്ടോ എന്താ പറയുന്നത്? എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ നടക്കരുത്. എന്താ, നമ്മളത് താഴെ നിൽക്കുക. അതായത് നമ്മൾ ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ കാര്യങ്ങൾ അവിടുത്തെ പഠിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം. ഉണ്ടോ? വില്ലിങ് ആയിരിക്കണം. അവിടെ ഒരു സുപ്പീരിയറിറ്റി കാണിക്കാൻ പാടില്ല. എന്ത്? ടു നോ ഓഫ് നോയിങ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാം, അങ്ങനെ ഒരു മനോഭാവം കാണിക്കാൻ പാടില്ല. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു തയ്യാറായിരിക്കണം. HR manager do not like this kind of attitude, as they do not want their employees to be arrogant. Arrogant എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, അഹങ്കാരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ ഒരു മനോഭാവം HR മാനേജറിന് ഇഷ്ടമല്ല. arrogant, അഹങ്കാരി. arrogant, ARROGANT, arrogant എന്ന് പറഞ്ഞാൽ അഹങ്കാരി. ആൻഡ് unwilling to learn organizational process and code of കണ്ടക്ട് എന്നാണ് കേട്ടോ. അതായത് ഓർഗനൈസേഷന്റെ പ്രോസസ്സുകള്, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് വില്ലിങ് അല്ലാത്തത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഹങ്കാരികളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മനോഭാവം ഇല്ലേ, എനിക്കെല്ലാം അറിയാം, അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള കാൻഡിഡേറ്റ്സിനെ HR മാനേജർ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതായത് തന്റെ എംപ്ലോയീസ് എന്താ ഒരു അഹങ്കാരികളായ രീതിയിൽ ഇരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർ അൺവില്ലിങ് അല്ല. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം, എന്നാ ഒരു സുപ്പീരിയറിറ്റി കാണിക്കാൻ പാടില്ല. HR മാനേജറിനെക്കാളും ഒന്ന് മുകളിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിലൊന്നും നടക്കാൻ പാടില്ല. ക്ലിയർ ആയോ? അത് ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. കോൺഫിഡന്റ് വേണം, എന്നാൽ സുപ്പീരിയർ ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആ കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരികളാകാനോ അതുപോലെ തന്നെ അൺവില്ലിങ് നമ്മള് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്തത് 6ാമത്തെ നോക്കിയേ, ടേക്ക് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇനി നമ്മള് ക്വസ്റ്റ്യന്റെ ആൻസർ ഇല്ലേ, അത് പറയാനുള്ള ടൈം കൊടുക്കണം. ടേക്ക് ടൈം ടു ആൻസർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം കൊടുക്കണം. Most of the people began to formulate an answer in their minds before the speaker has even completed his questions. മിക്ക ആളുകളും എന്താ
began to formulate, അതായത് അവര് ആൻസർ മനസ്സിൽ രൂപപ്പെടുത്താൻ തുടങ്ങും. ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക. Most of the people begin to formulate an answer in their mind before the speaker has even completed his question. ആ സ്പീക്കർ അതായത് നമ്മൾ ഈ അവര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൂലേ, അത് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവാതെ ആൻസർ പറയാനായിട്ട് മിക്ക കാൻഡിഡേറ്റ്സും ശ്രമിക്കും, അല്ലെങ്കിൽ അപ്പത്തേക്ക് അവര് മനസ്സിൽ രൂപപ്പെടുത്തുന്ന പറഞ്ഞേക്കണത്. Most of the people began to formulate, രൂപപ്പെടുത്തുക, an answer in their mind before the speaker has even completed his question. അതായത് ഇന്റർവ്യൂവർ ഒക്കെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ, ആ ക്വസ്റ്റ്യൻ മുഴുവനും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആൻസർ പറയാനായിട്ട് അവരെന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തും മിക്ക കാൻഡിഡേറ്റ്സും. They should be strictly avoided in an interview. ഇത് നമ്മൾ ഇന്റർവ്യൂവിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഈ കാര്യം നമ്മുടെ ഇന്റർവ്യൂവിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റഡ് അതിന് പകരം എന്ത് ചെയ്യണം, the interviewee should take some time to answer the question by attentively listening to the complete question. അപ്പൊ നമ്മൾ എപ്പോഴാണ് ആൻസർ പറയണ്ടേ, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതിനു ശേഷം. കണ്ടോ, ആ ഇന്റർവ്യൂവർ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ പറയുക. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ മുഴുവനും പറഞ്ഞു തീരാതെ ആൻസർ പറയുന്നത് ഇന്റർവ്യൂവിന് സ്ട്രിക്റ്റ് ആയിട്ടും ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കണത്. ഓക്കെ, ഓൾസോ ഇഫ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് നോ, ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിലോ, വൺ ഷുഡ് ബി ഹോണസ്റ്റ് അബൌട്ട് ഇറ്റ്, നമ്മൾ സത്യസന്ധമായിട്ട് പറയണം. കണ്ടോ, നമ്മൾ അതിൽ സത്യസന്ധത പുലർത്തണം. അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് തന്നെ അവിടെ തുറന്ന് പറയണം. അതാണ് നമ്മൾ അതിലൊരു സത്യസന്ധത പുലർത്തണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ആറാമത്തെ നോക്കിയേ, ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മുടെ വിജയത്തെ ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളെ വേറെ ഏതെങ്കിലും ഇതിനു മുന്നേ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ നമ്മുടെ വേറെ എവിടെയെങ്കിലും നമ്മള് അല്ലെങ്കിൽ വേറെ മേഖലയിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ വിജയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കാണിക്കണം. ആ ഇന്റർവ്യൂവിൽ എടുത്ത് കാണിക്കേണ്ടതാണ്, അത് ഹൈലൈറ്റ് ചെയ്യണം. ഇന്റർവ്യൂയി must highlight their set of successful tasks that display their success. കണ്ടോ, അവന്റെ വിജയത്തെ കാണിക്കുന്ന ആ കാര്യം ഡിസ്പ്ലേ ചെയ്യണം. അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം എന്നാ പറയുന്നത്. However, such a task should be related to the job post they are applied for. അത് ഏതുമായിട്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള അവൻ അതിലേതെങ്കിലും ഇതിന് മേഖലയിൽ നല്ല ഉയർന്ന വിജയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഹൈലൈറ്റ് ചെയ്യണം. എന്നാലല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ, ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് അവന് ഇതിന് മുന്നേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇന്റർവ്യൂവിൽ must highlight their set of successful tasks. ഒരു കൂട്ടം വിജയത്തിന്റെ ആ ടാസ്കുകള്, സെറ്റ് ഓഫ് സക്സസ്ഫുൾ ടാസ്ക് ദാറ്റ് ഡിസ്പ്ലേ their success. അവരുടെ വിജയത്തെ കാണിക്കുന്ന ആ ഒരു കൂട്ടം ടാസ്കുകള് എന്തായാലും കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂയി എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. However, such a task should be related. ആ ടാസ്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാവാം, ജോബ് പോസ്റ്റ് they are applying for. അവരെ അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, സ്പീക്ക് വിത്ത് enthusiasm. എങ്ങനെ വേണം, സന്തോഷത്തോടുകൂടി സംസാരിക്കണം. Often the HR manager wants to assess how enthusiastic the candidate is. അതായത് നമ്മൾ എപ്പോഴും നല്ല എന്താ പറയാ, നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി വേണം നമ്മൾ നീക്കാനായിട്ട്. അത് നമ്മുടെ എന്താണ്, നമ്മുടെ ആ ഒരു അത് നമ്മളെ ഒരു വിലയിരുത്താനുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മളെപ്പോഴും ഗ്ലൂമി ആയിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഇല്ലാത്ത രീതിയിൽ ഇരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ, അങ്ങനെയൊക്കെ ആ അവന്റെ മുഖത്ത് കാണിക്കുന്ന ഒരു സന്തോഷം അത് HR മാനേജർ അത് എന്താ പറയാ അസസ് ചെയ്യും.
അതിനെ വിലയിരുത്തും. അത് ആ ഒരു പോസ്റ്റ് കൊടുത്ത് അവൻ ഓക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് ചെയ്യോ. എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല്ലോ. അതാണ് എപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ സംസാരിക്കണം. Thus, the interviewee must speak with enthusiasm and positivity. കണ്ടോ, ഇന്റർവ്യൂ എങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവായിട്ട്, അല്ലെ? ചില ആളുകളുടെ എല്ലാം നെഗറ്റീവ് പറയുന്നത്, അങ്ങനെയല്ല. നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് രീതിയിലും നല്ല സന്തോഷത്തോടു കൂടി വേണം ഇന്റർവ്യൂ അല്ലെ കാൻഡിഡേറ്റ്സ് സംസാരിക്കാൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The interviewee must speak with enthusiasm and positively. If a candidate sound low and dull, ഈ കാൻഡിഡേറ്റ്സിന്റെ സൗണ്ട് ലോ ആണ്, ഡൾ ആണെങ്കിൽ എന്താ കാണിക്കുന്നേ? ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഗുഡ് ഇംപ്രഷൻ ഓൺ ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവറിന്റെ ഇടയിൽ നല്ല ഇംപ്രഷൻ ഉണ്ടാക്കില്ല, അല്ലെ? ഡള്ളാണ്, അതുപോലെ തന്നെ സൗണ്ട് കുറവാണ്, അത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കില്ല ഓൺ ദ ഇന്റർവ്യൂവർ. while if he or she has answered all the questions, എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ ആൻസർ, കൃത്യമായിട്ടുള്ള ആൻസർ, കറക്റ്റ് ആൻസർ പറയായിരിക്കും. എങ്കിലും നമ്മൾ അത് പതുക്കെ ഡള്ളായിട്ട് പറയുന്ന അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവർ എന്റെ ഇന്റർവ്യൂവറുടെ ഇടയില് അയാളിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കില്ല എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ ചിലര് എല്ലാവരും അറിയാം, പക്ഷെ വളരെ ഡള്ളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സൗണ്ട് കുറവിലൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് കാണിക്കുന്നേ, അല്ലെ? സൗണ്ട് കുറച്ചൊക്കെ പറയുന്നത്. ചിലപ്പോ അവര് പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എന്നാലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരില്ലേ അവര് ജോലിക്കാണെങ്കിലും പ്രിഫർ ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്, അല്ലേ? നിങ്ങളാണെങ്കിൽ ഞാനിവിടെ പതുക്കെ നീ ഇവിടെ ഇരുന്നിട്ട് പറയാ, നിങ്ങൾക്ക് അത് ഇഷ്ടാവോ? ഒന്നും പറയുന്നത് വ്യക്തമല്ല, അല്ലെങ്കിൽ സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഇവിടെ മെസ്സേജ് ഇടും, മിസ്സി കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, സൗണ്ട് കുറവാന്ന് പറയും. ശരിയല്ലേ? നമ്മുടെ ഒരു വോയിസ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മളാണെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല സൗണ്ടില് അങ്ങനെയുള്ള സംസാരമല്ലേ ഇഷ്ടപ്പെടുന്നേ, അല്ലെ? അത് നമ്മൾ നല്ലൊരു ഇംപ്രഷൻ, നമുക്കൊരു കോൺഫിഡൻസ്, അല്ലെ? നമ്മൾ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മളെ ഈ ഇന്റർവ്യൂവില് ആ കാൻഡിഡേറ്റ്സ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞാലും എന്താണ്, ലോ ആയിട്ട് ഡള്ളായിട്ട് അങ്ങനെയുള്ള സൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിന് വലിയ അല്ലെങ്കിൽ അങ്ങനെ നല്ല ഇംപ്രഷൻ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഗുഡ് ഇംപ്രഷൻ. ഇപ്പൊ എല്ലാവരും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ടിലൊക്കെ നല്ല സന്തോഷമൊക്കെ ആയിട്ട് സംസാരിക്കണം കേട്ടോ, ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ സംസാരിക്കാം. ഇനി അടുത്തത് 9th നോക്കിയ പോയിന്റ്, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഇന്റർവ്യൂ മസ്റ്റ് സ്പീക്ക് വിത്ത് enthusiasm ആൻഡ് പോസിറ്റീവ്ലി. ഇനി ask the questions about the position. ഇനി എന്താണ്? പൊസിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Okay, the interviewee can ask the question about the job position with the HR manager. അല്ലെ? നമുക്കിപ്പോ ഒരു വേക്കൻസി വന്നു, നമ്മളത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാം, ആ കാൻഡിഡേറ്റ്സിന് ചോദിക്കാം ഇന്റർവ്യൂവിനോട്, ഏത് പൊസിഷനിലേക്കാണ്, എന്താണ് ജോലി എന്നുള്ളതെ കുറിച്ചൊക്കെ ആ ഇന്റർവ്യൂ അത് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാൻ പറ്റും. This shows that. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മള് ഇന്റർവ്യൂവറിനോട് നമ്മള് ജോബ് പൊസിഷനെ കുറിച്ച് കാൻഡിഡേറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് കാണിക്കുന്നത്? This shows that the candidates is really interested in the job. ആ കാൻഡിഡേറ്റ്സ് ശരിക്കും ആ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെ? നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമ്മളത് ചോദിക്കുള്ളൂ. എനിക്ക് അവിടെ ഒന്നും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് കേട്ട് നമ്മൾ പോരും, അല്ലെ? നിങ്ങൾക്കും അങ്ങനെയല്ലേ? നിങ്ങൾ ഇപ്പോൾ അതുപോലെ ഒരു ജോലിയിലേക്ക് കയറാൻ പോവാ, അപ്പൊ നമുക്കതിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കുള്ളൂ, അല്ലെ? എത്ര ടൈം വരെ നിൽക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ വർക്കാണ്, അല്ലെങ്കിൽ എന്താണെന്നൊക്കെ കൂടുതൽ ചോദിക്കുന്നത് എപ്പോഴാ? നമുക്ക് അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ചെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അന്വേഷിക്കോ? ആ ജോലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലോ. നമ്മൾ എന്തായാലും പോകുന്നില്ല, പിന്നെ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്താണ് അതന്നെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾക്ക് ആ ജോലിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ആ ജോലിയുമായി സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് HR മാനേജറിനോട് ചോദിക്കാം. അപ്പൊ കാൻഡിഡേറ്റ്സ് അങ്ങനെ ചോദിക്കുന്നത് എന്താണ് പറയുന്നത്? റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ്. ആ കാൻഡിഡേറ്റ്സ് യഥാർത്ഥത്തിൽ ആ ജോലിക്ക് താല്പര്യമുണ്ട്, ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്താണ് കാണിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ.
This shows that the candidate is really interested in the job. Also, asking questions about the position help the interviewee to know whether he or she is appearing for the right job interview. പിന്നെ എന്താ പറയുന്നത്? Also asking question about the position. ആ ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പൊസിഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്തിനു സഹായിക്കുന്നു? ഹെൽപ് ദ ഇന്റർവ്യൂയി കാൻഡിഡേറ്റ്സ്. ആ കാൻഡിഡേറ്റ്സിന്റെ ഇടയില് കാൻഡിഡേറ്റ്സിന് എന്തിനു സഹായിക്കുന്നു? To know whether he or she is appearing for the right job interview. ആ ശരിയായ ജോബ് ഇന്റർവ്യൂവിനാണോ പ്രതീക്ഷപ്പെട്ടത് അല്ലെ? അല്ലെങ്കിൽ ആ കറക്റ്റ് എനിക്ക് പറ്റുന്ന ആ കറക്റ്റ് ഇതിലേക്കാണോ ഞാൻ എത്തിപ്പെട്ടത് അല്ലെ? അപ്പിയർ ചെയ്തത് എന്നുള്ളത് അറിയാനും ഇന്റർവ്യൂവിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ന ജോലിയാണ്, അത് ഇന്ന രീതിയിലാണ്, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെയാണ് ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ, എനിക്ക് പറ്റുന്നതാണോ അല്ലെ? നമ്മൾ കറക്റ്റ് ജോബ് ഇന്റർവ്യൂവിനാണോ നമ്മള് അത് നമ്മള് എന്താ അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇന്റർവ്യൂവിനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്ത്? ടു നോ, അറിയാൻ. എന്തറിയാൻ? വെദർ ഹി ഓർ ഷീ ഈസ് അപ്പിയറിംഗ് ഫോർ ദ റൈറ്റ് ജോബ് ഇന്റർവ്യൂ. ശരിയായ ജോലിയുടെ ഇന്റർവ്യൂവിനാണോ അവൻ അപ്പിയർ ചെയ്തത് എന്ന് അറിയാനായിട്ട് കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് ഒമ്പതാമത്തെ പറഞ്ഞത് 10ാമത്തെ പോയിന്റ് കേട്ടോ. ടേക്ക് നോട്ട്സ്. നോട്ട്സ് എടുക്കാവുന്ന. ടേക്ക് നോട്ട്സ്. The candidates can bring notes containing information about the company and the job position. അണ്ടർലൈൻ ചെയ്തിട്ടേ. കാൻഡിഡേറ്റ്സ് നോട്ട് കൊണ്ടുവരാം. എന്തിനെ കുറിച്ചുള്ളത്? കമ്പനിയെ കുറിച്ച്, ജോബ് പൊസിഷനെ കുറിച്ച് ഇൻഫർമേഷൻ ഒക്കെ അറിവുകളൊക്കെ തരുന്ന ആ നോട്ട്സ് കാൻഡിഡേറ്റ്സിന് കൊണ്ടുവരാൻ പറ്റും. The candidates can bring കൊണ്ടുവരിക. നോട്ട്സ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. കമ്പനിയെ കുറിച്ചുള്ള അതുപോലെ തന്നെ ജോബ് പൊസിഷനെ കുറിച്ച് ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള നോട്ട്സ് കാൻഡിഡേറ്റ്സിന് കൊണ്ടുവരാൻ പറ്റും. ഓൾസോ ദ കാൻഡിഡേറ്റ്സ് ക്യാൻ ആഡ് ദ ഇൻഫർമേഷൻ ടു ദെയർ നോട്ട്സ് ബൈ nothing down new data during the interview. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ കാൻഡിഡേറ്റ്സിന് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാന്ന്. അതായത് നമ്മള് ഇപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിന് ആഡ് ചെയ്യാം. ബൈ നത്തിങ് ഡൗൺ ന്യൂ ഡാറ്റ ഡ്യൂറിങ് ദ ഇന്റർവ്യൂ. അതായത് നമ്മള് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നോട്ട്സിലേക്ക് അവർക്ക് കാൻഡിഡേറ്റ്സിന് ആഡ് ചെയ്യാൻ പറ്റും. ദിസ് വിൽ ഇത് എന്ത് റിഫ്ലക്ട് ചെയ്യുന്നു? റിഫ്ലക്ട് ദ ഇന്റർവ്യൂവി ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. അപ്പൊ കൂടുതൽ കാര്യങ്ങള് ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സ് ആഡ് ചെയ്യുന്നു. അവന്റെ ആ നോട്ട്സിലേക്ക് കമ്പനിനെ കുറിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അവര് നോട്ട് ചെയ്യുക എന്നുള്ളത് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? റിഫ്ലക്ട് ദ ഇന്റർവ്യൂവീസ് ഇൻട്രസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. റിഫ്ലക്ട് ദ ഇന്റർവ്യൂവീസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ആ ജോലിയോടുള്ള അല്ലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ റിമെമ്പറിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹൗ മൈറ്റ് വാണ്ട് ടു ആസ്ക് ദ ഇന്റർവ്യൂവർ. പിന്നെ ആ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എന്ന് പറയുന്നത് എന്താ? ഇനി ചിലപ്പോ നമുക്ക് ഇന്റർവ്യൂവറിനോട് ചോദിക്കേണ്ടതില്ലേ? ചിലപ്പോ ടെൻഷനൊക്കെ കാരണം ചിലപ്പോ നമ്മൾ ചോദിക്കാൻ വന്നത് ചിലപ്പോൾ മറന്നു പോവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ അവൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും അതും നമുക്ക് ആ നോട്ട്സിൽ രേഖപ്പെടുത്താം. This will reflect the interviewee's interest in the job. ആ ജോലിയോടുള്ള കാൻഡിഡേറ്റ്സിന്റെ താല്പര്യം റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ആ ജോലിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, പിന്നെ ഞാൻ എന്തിനാ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ആ ജോലിയോടുള്ള ഒരു താല്പര്യം കാണിക്കുന്നു. അത് എന്തിനു സഹായിക്കുന്നു? ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ റിമെമ്പറിംഗ്. അതുകൂടാതെ ആ നോട്ട്സ് എന്താണ് സഹായിക്കുന്നത്? അതായത് ഇന്റർവ്യൂവറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓർമ്മപ്പെടുത്താനും സഹായിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യേണ്ടത്. സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പെട്ടെന്ന് നോക്കിയേ. ഹോംവർക്ക് ചെയ്യണം, ഇന്റർവ്യൂവിന് നേരത്തെ എത്തണം, പിന്നെ നഴ്സിനെയൊക്കെ കാമാക്കുന്ന രീതിയിലുള്ള നോട്ട്സുകൾ കൊണ്ടുവരാം,
പിന്നെ ഒരു നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യണം. ഇന്റർവ്യൂവർ നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യണം. പിന്നെ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, എന്നാൽ സുപ്പീരിയർ ആവാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താണ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ അതിനുള്ള ടൈം കൊടുക്കണം. അതായത് ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യം മുഴുവനാക്കിയതിന് ശേഷം മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ വിജയത്തെ എടുത്തു കാണിക്കണം, സന്തോഷത്തോടു കൂടി സംസാരിക്കണം, പൊസിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, നോട്ട്സ് എടുക്കാം, നോട്ട്സ് കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങൾ സെലക്ഷൻ ഇന്റർവ്യൂവില് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. നിങ്ങൾ ഇന്റർവ്യൂ പോകുമ്പോഴും ഇതൊന്ന് വായിച്ചിട്ടൊക്കെ പോവാം കേട്ടാ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഇനി നോക്കി, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണ്? ഡോൺസ്. ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റാത്തേ നോക്കിയേ. While preparing for an interview, a person should be cautious about the following points. ഈ താഴെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവര് ജാഗ്രത പാലിക്കണം. കോഷ്യസ് എന്നാൽ ജാഗ്രത പാലിക്കുക. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴേ ഈ താഴെ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. ഇതെനിക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്ത, അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എന്ത് വേണം? അയ്യോ, അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യ. ചെയ്യാൻ പറ്റുന്നത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ചെയ്യാൻ പറ്റില്ലാത്തത് എന്തൊക്കെയാ നോക്കിയേ. ഫസ്റ്റ്, ഡ്രസ്സിങ് കാഷ്വലി. കാഷ്വലി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിലിടുന്ന നൈറ്റി, വീട്ടിൽ ഇടുന്ന നൈറ്റിക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഇന്റർവ്യൂവിന് പോണേ? ആണോ? ഇന്റർവ്യൂവിന് പോകുമ്പോഴ് സാധാ വസ്ത്രം ധരിക്കാൻ പാടുണ്ടോ? വീട്ടിലിടുന്നത് ഇടാൻ പാടില്ല അല്ലെ? നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഒരു ലുക്കിൽ വേണ്ടേ പോവാനായിട്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴ് നമ്മള് സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഡ്രസ്സിങ് കാഷ്വലി. സാധാരണ വസ്ത്രം ധരിക്കരുത്. കണ്ടോ? ആ ഇന്റർവ്യൂ ഷുഡ് നോട്ട് ബി ഡ്രസ്ഡ് ഇൻ എ കാഷ്വൽ വേ. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു സാധാ രീതിയിലുള്ള വസ്ത്രം ഒരു ഇന്റർവ്യൂവിൽ ധരിക്കാൻ പാടില്ല. സച്ച് reflect an unserious attitude towards the job position. അങ്ങനെയുള്ള ഒരു മനോഭാവം, അല്ലെ സാധാ ഡ്രസ് ഇട്ട് പോവുക എന്നുള്ളത് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് അല്ലെ? സീരിയസ് ആയിട്ട് കാണുന്നില്ല, ആ ഇന്റർവ്യൂവിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് അല്ലെ? ഒരു സാധാ രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ളതാ വരെയുള്ളൂ അല്ലെ? സീരിയസ് ആയിട്ട് കാണുന്നില്ല. ടുവേഴ്സ് ദ ജോബ് പൊസിഷൻ, അല്ല ഇന്റർവ്യൂവിന് അത്ര നമ്മൾ സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. The candidates must be dressed formally. Underline ചെയ്തോട്ടോ ആ സെന്റൻസ്. അപ്പൊ എങ്ങനത്തെ വസ്ത്രം ധരിക്കണം? The candidates must be dressed formally. Formally എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എങ്ങനെയാണ്? ഫോർമൽ ആയിട്ടുള്ള, ഒരു ഔപചാരികമായിട്ടുള്ള, നല്ല നീറ്റ് ആയിട്ടുള്ള അല്ലെ? നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള നല്ല വസ്ത്രം വേണം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെ വസ്ത്രം വേണം ധരിക്കാൻ. ഫോർമലി. അണ്ടർലൈൻ ചെയ്തേ. The candidates must be dressed formally. Even if the company's uniform is casual. കമ്പനിയുടെ യൂണിഫോം കാഷ്വൽ ആണെങ്കിൽ പോലും, എന്താണ് കാഷ്വൽ ആണെങ്കിലും കാൻഡിഡേറ്റ്സ് ഫോർമൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കണം അല്ലെ? നല്ല അയണൊക്കെ ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വസ്ത്രം വേണം ധരിക്കാനായിട്ട്. അണ്ടർലൈൻ ചെയ്തോ? The candidates must be dressed ഫോർമലി. ഫോർമൽ ആയിട്ടുള്ള വസ്ത്രം വേണം ധരിക്കാനായിട്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താ? എന്താണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്? കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഓക്കെ, കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഡ്രസ്സിങ് കാഷ്വലി. എങ്ങനെ വേണം? നമ്മൾ ഇന്റർവ്യൂ ആണെന്ന് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഡ്രസ്സ് അല്ലെ? ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. The candidates must be dressed formally. രണ്ടാമത്തെ പോയിന്റിൽ എന്താ? Violating the interviewer's personal space.
ഇനി ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. വയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിക്രമിച്ച് കയറുക അല്ലെ, അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വേഗം ചെന്നിരുന്ന ഇന്റർവ്യൂവറിന് ഇരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന്റെ ആ സ്പേസിനെ നമ്മൾ എന്താ അതിനെ വയലേറ്റ് ചെയ്യരുത്, അതിനെ ലംഘിക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേക സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്പേസിലേക്കൊന്നും നമ്മൾ കയറിയിരിക്കാനൊന്നും പാടില്ല. Everyone has their personal space അല്ലെ. ഒരു ഇന്റർവ്യൂവിന് നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ്, ഒരു വ്യക്തിഗതമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. Hindering the personal space of the interviewer can make him uncomfortable. Hindering എന്ന് വെച്ചാൽ എന്താണ്? തടസ്സപ്പെടുത്തുക കേട്ടോ, തടസ്സപ്പെടുത്തുക. The personal space of the interviewer, ഇന്റർവ്യൂവറിന്റെ ആ സ്പേസ്, അവർക്കുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് can make him uncomfortable. അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കോ? Uncomfortable ആയിരിക്കും. Therefore, the interviewee must not try to hinder the personal space of the interviewer by any means. ഒരു രീതിയിൽ ഒരു ഇന്റർവ്യൂവീ കാൻഡിഡേറ്റ്സ് ആ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് തടസ്സപ്പെടുത്താൻ പാടില്ല. ഹിൻഡർ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ഹിൻഡർ HINDER തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലേ നമുക്ക് ഇന്റർവ്യൂവറിന് ഒരു കോൺഫിഡൻസ് അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്താനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്പേസ് ഫ്രീ ആക്കി ഇടുക. അവിടേക്ക് നമ്മൾ കയറിയിരിക്കാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ ഒന്നും പാടില്ല. Therefore, the interviewee must not try to hinder ചെയ്യുക, തടസ്സപ്പെടുത്തുക the personal space of the interviewer by any means. ഏതൊരു രീതിയിലാണെങ്കിലും ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിനെ ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത നോക്കിയേ, മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി അവിടെ സപ്പോർട്ട് സ്റ്റാഫ് ഇല്ലേ, ആ സപ്പോർട്ട് സ്റ്റാഫിനോട് മിസ്ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. നിങ്ങൾ താഴെക്കടയിലുള്ള ഇതല്ലേ അല്ലേ, അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവരോട് എന്താ പറയാ, ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലൊന്നും പെരുമാറാൻ പാടില്ല. എല്ലാവരെയും കൺസിഡർ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. അടുത്തത് ഇന്റർവ്യൂവിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താ? സപ്പോർട്ട് സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. Mistreating the support employee or lower level staff members reflects an inhuman and disrespectful nature. Underline cheyidhu. Mistreating the support employee or lower level staff members, lower level താഴെക്കടയിലുള്ള സ്റ്റാഫിനോട് സപ്പോർട്ട് എംപ്ലോയിനോട് ഒക്കെ ഒരു മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അത് അങ്ങനെ പെരുമാറാണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? ഇൻഹ്യൂമൻ ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ നേച്ചർ അല്ലെ, മനുഷ്യരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത സ്വഭാവം ഒക്കെയാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെ. താഴെ ലോവർ ലെവൽ എംപ്ലോയിയോടൊക്കെ മോശമായിട്ട് പെരുമാറാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതല്ലേ, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ബഹുമാനമില്ലാത്ത ഒരു നേച്ചർ അല്ലേ, അതാണ് അവിടെ കാണിക്കുന്നത്. The candidates, ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തതൊക്കെ the candidates thus should not mistreat any person and must pay respect to everyone in the office. Candidates എല്ലാവരോടും മാന്യമായിട്ട് തന്നെ പെരുമാറുക, നല്ല രീതിയിൽ പെരുമാറുക. ഓക്കെ, ഇത് മോശമായി പെരുമാറാൻ പാടില്ല എന്നാട്ടാ കൊടുത്തേക്കണേ. The candidates thus should not mistreat, ചെയ്യാൻ പാടില്ല, മോശമായി പെരുമാറാൻ പാടില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. ഓക്കെ,
The candidates thus should not mistreat. അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. Any person, ഏതൊരാളുകളായിക്കോട്ടെ, അവരോട് ഒരു മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. And must pay, എന്ത് ചെയ്യണം? Respect to everyone in the office. ആ ഓഫീസിലുള്ള എല്ലാവരോടും ബഹുമാനത്തോടു കൂടി പെരുമാറണം. And must pay respect to everyone in the office. ഓഫീസിലുള്ള എല്ലാവരോടും ബഹുമാനത്തോടു കൂടി വേണം പെരുമാറാൻ. ഇനി ആറാമത്തെ പോയിന്റ് നോക്കിയേ, സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺസ്. തെറ്റായ കാരണങ്ങളിൽ നിൽക്കാൻ പാടില്ല. തെറ്റായിട്ടേ അതില് നിൽക്കാൻ പാടില്ല. തെറ്റായ കാര്യങ്ങളിൽ നിൽക്കാൻ പാടില്ല, ഉറച്ചു നിൽക്കാൻ പാടില്ല. The candidates should not appear and speak in a normal manner. The candidate should appear. എങ്ങനെ വേണം പ്രത്യക്ഷപ്പെടാൻ? അപ്പിയർ ചെയ്യാൻ. This and speak in a normal, സാധാരണ രീതിയിൽ സംസാരിക്കണം. നോർമൽ മാനർ അണ്ടർലൈൻ ചെയ്തോട്ടോ. The candidate should appear and speak in a normal manner. സാധാ രീതിയിൽ, നോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. He or she should not stand out due to the illogical or wrong reasons. നിയമപരമല്ലാത്ത, ന്യായവിരുദ്ധമായ, illogical. The candidates should not stand, നിൽക്കാൻ പാടില്ല. ഇങ്ങനെ due to illogical or wrong reasons, ന്യായവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും കാൻഡിഡേറ്റ്സ് നിൽക്കാൻ പാടില്ല. Wearing heavy makeup, then jewelry, neon colors dresses, clothes. അതൊക്കെ ഇതാട്ടോ, neon colors clothes. ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്നൊന്ന് നോക്കിയാൽ കേട്ടോ. നിയോൺ കളേഴ്സ് ക്ലോത്ത്സ്. നിയോൺ കളർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാലേ എന്താ, ഭയങ്കര ഇടിവിട്ട് കളറിലൊന്നും നമ്മൾ പറയൂലേ, അല്ലേ? ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു അരോചകമായി തോന്നുന്ന രീതിയിലുള്ള ഭയങ്കര കളറുകള്, വലിയ ഒരുപാട് ഡാർക്ക് കളറ്, അതൊക്കെയാണ് നമ്മള് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ളതാണ് നിയോൺ കളേഴ്സ് ക്ലോത്ത്സ്. അങ്ങനെയുള്ളത് ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ്. ചിലത് ഭയങ്കര കുത്തു പോലത്തെയുള്ള പെർഫ്യൂംസ് ഉണ്ടാവില്ലേ, ഹാർഡ് സ്മെല്ലിംഗ് അല്ലെ, അങ്ങനെയുള്ളതൊന്നും നമ്മൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് എന്താക്കാൻ? Give the reason to HR manager for not selecting the candidates. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണതേ ഈ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമാണ്. കണ്ടോ? Can give the reasons to HR manager for not selecting the candidates. ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നല്ല മേക്കപ്പ് അല്ലേ, ഇന്റർവ്യൂവിന്റെ അന്ന് രാവിലെ തന്നെ പോയി ബ്യൂട്ടി പാർലറൊക്കെ പോയി ഭയങ്കര കുട്ടിയൊക്കെ ഇട്ട് ഭയങ്കര മേക്കപ്പ് ഇട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? നമ്മളൊരു സിമ്പിൾ ആയിരിക്കുക എങ്കിൽ നല്ല ലുക്കിലും ആയിരിക്കുക അല്ലേ. ഹെവി മേക്കപ്പ് പാടില്ല. ഒരു 10 പവനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ ഇന്റർവ്യൂവിന് പോകുമ്പോ? നമ്മൾ കല്യാണത്തിനൊക്കെ പോണെങ്കിൽ അങ്ങനെ അത്രയും ഇതായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. ജ്വല്ലറി, പിന്നെ ഭയങ്കര ഇടിവെട്ട് കളറിലുള്ള ഡ്രസ്സുകള്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കുത്ത് കിട്ടുന്ന ഹാൻഡ് സ്മെല്ലി പെർഫ്യൂംസ്, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ, ആ HR മാനേജറിന് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമാണ്. എങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയുള്ളവരെ വേഗം തന്നെ അതിൽ നിന്ന് റിജക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. സ്റ്റാൻഡിങ് ഔട്ട് റോങ് റീസൺ ഇതല്ലേ പറഞ്ഞത്. നാലാമത്തെ പോയിന്റ്. ഇനി അടുത്ത നോക്കി, ഗെറ്റിംഗ് പേഴ്സണൽ. ഇനി എങ്ങനെയാ നമ്മള് പേഴ്സണൽ അധികം ആവാൻ പാടില്ല. Upon asking questions, the candidates must answer in a general manner without getting too personal about it. അല്ലെ, ഒരു ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് എന്റെ റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ?
ഇപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ആ ഇന്റർവ്യൂവർ ഇന്റർവ്യൂയി എന്നുള്ളൊരു ഗ്യാപ്പ് അവിടെ കീപ്പ് ചെയ്യണ്ടേ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ കാര്യമോ നാട്ടിലെ കാര്യമോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരുപാട് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല അല്ലെ. അധികം പേഴ്സണൽ ആവാൻ പാടില്ല. എങ്ങനെ വേണം സംസാരിക്കാൻ? ഇനി ജനറൽ മാനർ അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ആൻസർ ഇൻ എ ജനറൽ മാനർ. കാൻഡിഡേറ്റ്സ് എങ്ങനെ സംസാരിക്കണം? ജനറൽ ആയിട്ടുള്ള സാധാ രീതിയിൽ തന്നെ സംസാരിക്കണം. വിത്തൗട്ട് ഗെറ്റിംഗ് ടു പേഴ്സണൽ അബൌട്ട് ഇറ്റ്. അധികം പേഴ്സണൽ ആയിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ഓൾസോ ഹി ഓർ ഷീ ഷുഡ് നോട്ട് ഷെയർ എ ലാർജ് എമൗണ്ട് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ വിത്ത് ദ ഇന്റർവ്യൂവർ. കണ്ടോ? പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് ഷെയർ എ ലാർജ് ഇൻഫർമേഷൻ, ലാർജ് എമൗണ്ട് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ വിത്ത് ദ ഇന്റർവ്യൂ. ഒത്തിരി പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഇന്റർവ്യൂവിനോട് ഷെയർ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കഴിഞ്ഞ കഥകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിപ്പോ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും അവിടെ ഷെയർ ചെയ്യാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? He or she should not share a large amount of personal information with the interviewer. ഇന്റർവ്യൂവിനോട് വലിയ രീതിയിലുള്ള നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പാടില്ല. ഇനി അടുത്ത് നോക്കിയേ, ഫിജറ്റിംഗ്. ഫിജറ്റിംഗ് ഫിജറ്റിംഗ് എന്ന് വെച്ചാൽ അസ്വസ്ഥത. അസ്വസ്ഥരായിട്ടിരിക്കുക, ടെൻഷൻ ആയിട്ടിരിക്കുക അല്ലെ, അസ്വസ്ഥരാകുക. ഓൾറെഡി ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ അതിലൊരു ഒത്തിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ നമ്മൾ അസ്വസ്ഥരാവാൻ പാടില്ല. ഫിജറ്റിംഗ്. Fidgeting has the potential to snatch the chances of being selected. ഈ ഫിജറ്റിംഗ് നമ്മൾ അങ്ങനെ കാൻഡിഡേറ്റ്സ് അസ്വസ്ഥരാവുക എന്നുള്ളത് എന്താണ്? നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസിനെ എന്ത് ചെയ്യുന്നു? അതിനെ കവർന്നെടുക്കുന്നു. സ്നാച്ച്, SNATCH, കവർന്നെടുക്കുക അല്ലെ. സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂലേ? നമ്മൾ ഭയങ്കര ടെൻഷനാണ്, അസ്വസ്ഥരായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് എന്താണ്? ആ സെലക്ട് ചെയ്യാനുള്ള ചാൻസിനെ എന്ത് ചെയ്യുന്നു? അത് കവർന്നെടുക്കുന്നു. Fidgeting has the potential to snatch the chances of being selected. സെലക്ട് ചെയ്യാനുള്ള സാധ്യതയെ എന്ത് ചെയ്യുന്നു? കവർന്നെടുക്കുന്നു. Fidgeting അണ്ടർലൈൻ ചെയ്തിട്ടേ. Fidgeting. Nervousness, worries, anxiety, etc. are common in any interview. അല്ലേ? നമ്മൾ നെർവസ് ആവുക, പിന്നെ അതുപോലെ പറയും നമുക്ക് ഭയങ്കര നമ്മളെ വിഷമിക്കുക അല്ലെ. അതുപോലെ തന്നെ ആൻഷൈറ്റീസ്, ഉത്കണ്ഠ, ഇതൊക്കെ നമ്മള് ഇനി ഏത് ഇന്റർവ്യൂവിലാണെങ്കിലും ഇത് കോമൺ ആണ്. നമ്മളിപ്പോ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എന്താ ഭയങ്കര എല്ലാവർക്കും ഇന്റർവ്യൂവിന് അത് കാൻഡിഡേറ്റ്സിന് സാധാരണ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബട്ട് ഫിജറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് മോർ പ്രോബ്ലം. എന്നാൽ ഒരുപാട് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുക, അസ്വസ്ഥരായിരിക്കുക എന്നുള്ളത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. It is found that 26 of the interviewers do not select the candidates who fidget. അതായത് എന്താണ് 26% ഇന്റർവ്യൂസും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഫിജറ്റ് ആയിട്ടുള്ള അസ്വസ്ഥരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവര് സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ ഫിജറ്റിംഗ്. അതായത് ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് അസ്വസ്ഥയൊന്നും കാണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവേഴ്സ് സെലക്ട് ചെയ്യുന്നില്ല. അതാണ് it is found that 26 of the interviewers do not select the candidates who fidget. ഫിജറ്റ് ആയിട്ടുള്ള അസ്വസ്ഥരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 26% ഇന്റർവ്യൂവേഴ്സും എന്ത് ചെയ്യുന്നില്ല, അവരത് സെലക്ട് ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് ലൈയിങ്. നുണ പറയുക. നുണ പറയാൻ പാടുണ്ടോ? നുണ പറയാൻ പാടുണ്ടോ അല്ലെ? ഇന്റർവ്യൂവിന് നുണ പറഞ്ഞു ഇന്റർവ്യൂ കയറാൻ പാടില്ല അല്ലെ? ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കേട്ടോ ലൈയിങ്, നുണ പറയുക. The candidates must never lie in an interview. ഇന്റർവ്യൂവിന്റെ കാൻഡിഡേറ്റ്സ് ഒരിക്കലും നുണ പറയാൻ പാടില്ല. Many people think that giving false information about the job history or educational background is an excellent way to impress the HR manager. അല്ലെ? മിക്ക കാൻഡിഡേറ്റ്സും എന്താണ് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട്, എന്തിനു വേണ്ടി? ഈ നമ്മളെ HR മാനേജറിനെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഉണ്ടോ?
ഹിസ്റ്ററി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മൾ അതായത് അവരെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് മിക്ക കാൻഡിഡേറ്റ്സും പറയാറുണ്ട്. അതിന് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ പറയാണ് ഇന്റർവ്യൂ സമയത്ത് എനിക്ക് ഇന്ന സ്ഥലത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ നുണ പറയാൻ പാടുണ്ടോ? പാടില്ല. എന്താ കാര്യം? വേണമെങ്കിൽ നമുക്ക് ഇംപ്രസ് ചെയ്യിക്കാൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം. പക്ഷെ അത് ശരിയായ കാര്യമല്ല. എന്താ? However, such false information can get the candidates into big problem as an HR manager have all required information with them. They can be verified at any point of time. അല്ലെ? എന്തുണ്ട്? ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് വേണമെങ്കിൽ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നുണ പറയാം. പക്ഷെ ഉണ്ടല്ലോ, എന്താണ് അങ്ങനെ നമ്മൾ നുണ പറയുന്നത് വലിയ പ്രശ്നത്തിന് കാരണമാകും. എന്താന്ന് വെച്ചാലേ, ഈ HR മാനേജറിന്റെ കയ്യിൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന എപ്പോ വേണമെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്, കറക്റ്റ് പ്രൂഫ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നുണ പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഈ പിന്നീട് നമ്മൾ നുണ പറഞ്ഞ് ജോലിക്കൊക്കെ കയറി, അല്ല നമ്മള് ജോലിക്ക് കയറി എന്നൊക്കെ വിചാരിക്കാം. അത് കഴിഞ്ഞ് HR മാനേജർ വെറുതെയാണ് നമ്മുടെ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്താ പറ്റുന്നേ? Even if the candidates are chosen based on such lies, അങ്ങനെയുള്ള നുണ പറയുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തില് നമ്മളെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ എന്നിട്ട് HR മാനേജർ വെരിഫൈ ചെയ്യുമ്പോൾ നുണയാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Can destroy the reputation. അല്ലെ, റെപ്യൂട്ടേഷൻ, പ്രശസ്തിക്ക് നഷ്ടപ്പെടും. അല്ലെ, നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾ നുണ പറഞ്ഞാൽ കയറിയ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ ബാധിക്കൂലേ? അല്ലെ, കാൻഡിഡേറ്റ്സിന്റെ പ്രശസ്തി നഷ്ടപ്പെടും. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചറിലേക്ക് കാൻഡിഡേറ്റ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അവിടെ നിർത്തിക്കോളാൻ പറയൂ അല്ലെ, നുണ പറഞ്ഞു കയറിയതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിർത്തിക്കോളാൻ പറയും. അപ്പൊ പിന്നെ ഭാവിയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടും. ഡിസ്ട്രോയ്ഡ് ദ റെപ്യൂട്ടേഷൻ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചറിലേക്കുള്ള അവന്റെ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി, റെപ്യൂട്ടേഷൻ, ഇതെല്ലാം നഷ്ടപ്പെടും. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാൻ പാടില്ല. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. കാൻഡിഡേറ്റ്സ് ഒരിക്കലും നുണ പറയാൻ പാടില്ല. അതായത് കാൻഡിഡേറ്റ്സ് ഇനി നമ്മൾ ഈ ഇന്റർവ്യൂ സമയത്ത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരുവാണെങ്കിൽ എന്തിനു വേണ്ടി? HR മാനേജറിനെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ജോബ് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ തരുവാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം HR മാനേജറിന്റെ കയ്യിലുണ്ട് എപ്പോഴും വെരിഫൈ ചെയ്യാനായിട്ട് ഉള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ HR മാനേജറിന്റെ കയ്യിലുണ്ട്. പിന്നീട് മാനേജർ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ തെറ്റാണെന്ന് കാണുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്? ആ കാൻഡിഡേറ്റ്സിന്റെ റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാ? സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിനെ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല, സപ്പോർട്ട് സ്റ്റാഫിനോട് മോശമായി പെരുമാറാൻ പാടില്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാൻ പാടില്ല, അധികം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ പാടില്ല, അസ്വസ്ഥനായിരിക്കാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാൻ പാടില്ല. ക്ലിയർ ആണോ? ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങള് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, നാളെ ഉണ്ട്. നാളെ ഇതിന്റെ കണ്ടിന്യൂസ് നാളെ എടുക്കാം കേട്ടോ. ക്ലാസ് വായിച്ച് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? നിങ്ങൾ ഫോളോ ചെയ്ത് പോലില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണല്ലേ? അപ്പൊ ബാക്കിയത്തെ നമുക്ക് അടുത്ത ക്ലാസ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇന്റർവ്യൂവിന് നമുക്ക് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ഭാവിയിലേക്ക് നിങ്ങളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.